ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മളിന്ന് ദുഃഖകരമായ കാഴ്ചയാണ് കാണുന്നത്. അയ്യോ, ഹോസ്പിറ്റലിൽ പോണോ? ബാബു പോയിട്ട് വരാം. പൈസ ആശുപത്രി പോയിട്ട് വരാം. ഗവൺമെൻറ് ആശുപത്രി പോയിട്ട് വരാം. നമ്മളിപ്പോൾ ഒരു സ്കൂളിൻ്റെ മുന്നിലേക്ക് നമ്മളിപ്പോൾ സ്കൂളിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. നല്ല മനോഹരമായ സ്കൂളാണ് കേട്ടോ. ബുരി കളിക്കാണ്. ബുരിബുരിയ അല്ല, ബുലു 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 ബുലു. നല്ല ടേസ്റ്റാണ് ഈ ഐസിനകത്ത്. 2 രൂപയുള്ളൂ. ഈ ഐസിന് ഐസ് കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ഉണ്ടെങ്കിൽ. അയ്യോ, നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കൾ. നമ്മ കാഴ്ചകളെല്ലാം കണ്ട് വീട്ടിലേക്ക് പോവുകയാണ് കുട്ടികളെ. അപ്പോൾ തീർത്ഥൻ്റെ കയ്യിൽ ചെറിയൊരു മുറിവുണ്ട്. അന്നേരം തീർത്ഥ കരയുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. മറ്റേ സാധനം ഇല്ലല്ലേ, ആ വെള്ളം കുടിക്കുന്ന വവ്വാലെല്ലാം കടിച്ച് ചാക്കിയതാണ്. അത് പൊതിഞ്ഞിട്ട് ഇപ്പോൾ വരും തീർത്ത് നോക്കണ്ട. ഇപ്പോൾ വരും. ഇപ്പോൾ വിരസപ്പിടി കൊടുത്തു. ഇതാണ്, ഇതിൽ വെള്ളമൊന്നുമില്ല. നിങ്ങൾ കട്ടിയാസ് ഇതാരം തരോ അളിയതാ പോകുന്നത്. നമ്മളിപ്പോൾ നല്ല വൃത്തി പോകാൻ കൂടുതൽ തീർത്ഥനൊരു ഡാൻസ് കളിക്കുന്നുണ്ട്. അന്നെ പാറ്റായി പറ്റിക്കൊക്കെ നമ്മളെ മനോഹരമായി. അയ്യോ, കൈക്ക് നല്ലോണം പറ്റിയ സുഹൃത്തുക്കളെ. നിങ്ങൾ ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ പറയടേ, നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകും. ഇതിൻ്റെ യൂട്യൂബ് ചാനൽ അറിയില്ലെങ്കിൽ നിങ്ങൾ അടിച്ചു കൊടുക്കുക. ശിവ ഡയറി അല്ല 37 അല്ലേ, 37 അടിച്ചെടുക്കണേ. തീറ്റേൻ്റെ മാക്കാച്ചി കാണികൾ നമ്മൾ കാണുകയാണ്. ഇതിൽ തൊണ്ട മറ്റുണ്ടെങ്കിലായിരിക്കും ഇതിലിപ്പോൾ തൊണ്ട മറ്റുണ്ടെങ്കിൽ നല്ലായിരുന്നു. ഒന്നും പറ്റില്ല. പുഷ്പം പൂക്കുന്നയാമോ. നമ്മൾ ഏകദേശം വീട്ടിൻ്റെ അടുത്ത് എത്താനായിരിക്കുകയാണ്. ഇത് മറ്റേ മനസ്സിലായ കുറച്ച് നാളെല്ലാം വേണം. ദേവു സമാധി എൻ്റെ സൂപ്പർ കാലം. മനസ്സിലായ കുറച്ച് നാളൊക്കെ വേണം. നാളെ നമുക്കില്ലേ ഇല്ല, നാളും ഇല്ല. I love you. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കാൻ നട്ട പ്രാന്തായോണ്ടാണ് നമ്മൾ ആർത്തം വരെ പോയിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് ഒരു വണ്ടി വരുന്നു. ചോദിക്കാം ഏട്ടാ, ശരി കേട്ടാ. ഏട്ടനോട് തീർത്ത ഫോട്ടോ എടുക്കാം. ധൈര്യമായി ചോദിച്ചു. കുടുകുടു പോലെ അങ്ങനെയല്ല ഈ സാധനല്ലേ. റൗണ്ടിൽ കാണുമ്പോൾ എന്തോ പോലെ. ഇതിങ്ങനെ അടിക്ക്. നമ്മളെല്ലാം നോക്കും. നമ്മൾ പോയിക്കൊണ്ട് ബാ. തീർത്ത എക്സ്പ്രഷൻ ഇട്ട് നീങ്ങി സുഹൃത്തുക്കളെ.
എന്തായാലും കിട്ടിയല്ലോ ദൈവത്തിന്. എവിടെയാണ് തിന്നാനുണ്ടായിരുന്നു. അപ്പം എന്ത് ചെയ്യും? അത് കുഴപ്പമില്ല. അമ്പലത്തിൽ പോയിട്ട് വരുന്നതാണ്. അമ്പലത്തിൽ പോയിട്ട് വന്നതെന്ന് പറഞ്ഞത്. അമ്പലത്തിൽ പോയിട്ട് അമ്പലത്തിൽ പോയി അതിലല്ലേ അമ്പലത്തിൽ പോയി പോയിട്ട് ഞാൻ വരുന്ന